അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കേക്കുകളുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഇതൊരു ക്യൂട്ടായിട്ടുള്ള കേക്കാണ്, വെഡ്ഡിങ് കേക്കാണ്. അവർക്ക് ഫംഗ്ഷൻ 1 മണിക്കാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് മെസ്സേജ് കാണുന്നത്. അങ്ങനെ പിന്നെ ഞാനൊരു 8:30 മണിക്കാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ 1 മണിക്ക് അവർക്ക് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. ക്യൂട്ടായിട്ട് ഫ്ലവറൊക്കെ പെട്ടെന്ന് ഏൽപ്പിച്ച് നമുക്ക് ഫ്ലവറൊക്കെ പെട്ടെന്ന് കിട്ടിട്ടോ. അപ്പോൾ കുറച്ച് കേക്കുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പം എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ 2 മണിക്കൂർ കൊണ്ട് കേക്ക് ചെയ്തെടുക്കുക എന്നൊക്കെ പറയണത് ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പെട്ടെന്ന് നല്ല പാടാണ് ഇത് സെറ്റാവലും. പിന്നെ 2 ടയർ കേക്കല്ലേ, അത് ഒന്ന് എന്താ പറയുക സെറ്റാവാതെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ പെട്ടെന്ന് ചെയ്തു കൊടുത്തൊരു കേക്കാണ് ഇത്. പിന്നെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് ഡ്രീം കേക്കാണ് കേട്ടോ. അതും അന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു ഓർഡറാണ്. ഇത് കഴിഞ്ഞ ആഴ്ചയുള്ള സംഭവമാണ് കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുത്തു. കാരണം എനിക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനിത് എഡിറ്റിങ്ങൊക്കെ നടത്തുന്നത്. അങ്ങനെ പിന്നെ ഒരു ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കുകയാണെന്ന്. എല്ലാവർക്കും അറിയണ്ടാവും, ഹോം ബേക്കേഴ്സിനൊക്കെ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കാൻ. ഞാൻ റെസിപ്പി ഒന്നും ഇതിൽ ഷെയർ ചെയ്യില്ല. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഡ്രീം കേക്കിൻ്റെ ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ എന്താ പറയുക, അതിന് മൂസാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലാതെ വെറും ക്രീം മാത്രമല്ല നമ്മൾ ഡ്രീം കേക്കിന് ഒരു ലെയർ കൊടുക്കുന്നത്, ഒരു മൂസാണ് കൊടുക്കുന്നത്. ശരിക്കും ജെലാറ്റിനൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു മൂസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാണ്ടാവും, ചോക്ലേറ്റിൽ നമ്മൾ നട്ട്സൊക്കെ ഇട്ടിട്ടാണ് പിന്നത്തെ ഒരു ലെയർ കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാണ്ടാവും, ബേക്കേഴ്സിനൊക്കെ എല്ലാവർക്കും അറിയാണ്ടാവും. അതാണ് ഡ്രീം കേക്കിന് കുറച്ച് കോസ്റ്റ് വരാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ. പിന്നെ നല്ല തിരക്കുള്ള സമയമാണ്, ഞാൻ കുറച്ച് വൈകിട്ടാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യണത്. ഇപ്പോൾ പ്ലം കേക്കിൻ്റെ തിരക്കുള്ള സമയമാണ്, കുറച്ച് കൂടുതൽ പ്ലം കേക്കിന് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേക്കിങ്ങും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ അടുത്ത് തന്നെ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് പെട്ടെന്ന് കുറച്ച് സമയം ഒഴിവിട്ടിയപ്പോൾ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണം. പിന്നെ അത് ഞാൻ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ മോൾഡൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുനാഫ പിസ്താഷ്യോ കുനാഫയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മൾ ഒന്ന് വലിയ മോൾഡിൽ ഒഴിച്ചു, പിന്നെ നമ്മൾ ചെറിയ മോൾഡിൽ ഒഴിച്ചിട്ട് പിന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കി. അതതിൻ്റെ വക്കൊന്ന് പൊട്ടിപ്പോയി ഞാൻ എടുത്തപ്പോൾ. നല്ല സൂക്ഷിച്ചെടുക്കേണ്ടതായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട്, എന്താ പറയുക, നല്ല ക്രഞ്ചി ആയിട്ട്. പിന്നെ ഇതൊരു 6 മാസമായ ഒരു 6 മന്ത്സ് കേക്കാണ് കേട്ടോ. അപ്പോൾ ആ ബേബിക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, ബേബിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞിരുന്നൊരു കേക്കാണ്. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് തോന്നുന്നുണ്ട് ഇത് ചെയ്യണത്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. വീഡിയോ എൻ്റെ അടുത്തില്ല, ഫോട്ടോ ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ അതിലും കാണുന്നില്ല ഫോട്ടോ, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. അവർക്കിങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഹാഫ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റാക്കി കൊടുക്കുകയാണ്. പിന്നെ ഫോട്ടോ പ്രിൻ്റൊക്കെ എടുത്തിട്ട് എഡിബിളാണ്, അത്ര മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുക്കണ കേക്ക്. പിന്നെ ഫോണ്ടൻ്റോടെ ഒരു ലാഡറും ഒക്കെ വെച്ച് നല്ല ക്യൂട്ടായിട്ടൊരു കേക്ക്. പകുതി പോർഷന് പിന്നെ നമ്മളൊരു ബോക്സിലാക്കി അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു മോം ട്യൂബി കേക്കാണ്. അപ്പോൾ അവർക്ക് ആ കേക്കിൻ്റെ മുകളിൽ ചെറിയ എന്താ പറയുക, ചെറിയ കാലിൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻറ്റിൻ്റെ വർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഷൂ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ച് പിന്നെ ചെറിയ ബേബിൻ്റെ കുഞ്ഞിക്കാലുണ്ടല്ലോ, അപ്പോൾ അത് വേണം, അവർക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മോം ട്യൂബി കേക്കാണ്. പിന്നെ അവർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളറും എല്ലാം സെയിം അതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഗോൾഡൻ ഡസ്റ്റൊക്കെ അതിൻ്റെ കേക്കിൻ്റെ എഡ്ജിൽ ഇങ്ങനെ എന്താ പറയുക ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത്, പിന്നെ 2 തീം വരുന്നത് ഒരു ബ്ലൂവും പിങ്കും. അപ്പോൾ അത് നൈഫ് വെച്ചിട്ടൊന്നിങ്ങനെ ഡോട്ട് ഇട്ടെടുത്തു. പിന്നെ നമ്മൾ 2 ഫ്രൂട്ടും വെച്ചെടുത്ത് 2 കളറുള്ള മോം ട്യൂബി കേക്കാണ് കേട്ടോ.
അപ്പോൾ അവർക്ക് നല്ല കാണാനും നല്ല ഇഷ്ടമായിട്ടുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.